ഹരിശ്രീ ഗണപതിക്ക് നമ അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പറയുന്നത് നവംബർ മാസത്തിലെ രാശിഫലമാണ്. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലിൻ്റെ ആ ഒരു ചിത്രമുണ്ടാകും, തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളത് ടച്ച് ചെയ്ത് വെച്ചാൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഇന്ന് നമ്മൾ പറയുന്നത് അത്തം ചിത്തിര ചോദ്യമാണ്. 3 നാളാണ് പറയുന്നത്. ആത്മനക്ഷത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ വ്യാഴം 11-ലായതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകാം. പക്ഷേ പുതിയ സംരംഭങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആത്മവിശ്വാസം വർദ്ധിക്കും. ആദിത്യനും ചൊവ്വയും 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തി സുഗമമാകും. വിദഗ്ധരുടെ ഉപദേശമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഗവേഷണത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. ജോലി ഒക്കെ തിരയുന്നവർക്ക് നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കടബാധ്യതകളൊക്കെ കുറച്ചൊക്കെ പരിഹരിക്കാൻ സാധിക്കും. കലാപരമായിട്ട് പരിശീലിക്കുന്ന ആൾക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും. കവിതാക്കൾ കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. രോഗത്തിൽ ചികിത്സിക്കുന്നവർക്ക് നല്ല മാറ്റം സംഭവിക്കും. നല്ല മാറ്റം ഉണ്ടാകും. അസുഖത്തിനൊക്കെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും സംതൃപ്തി ഉണ്ടാവും. ഇതാണ് അത്തം നാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ചിത്തിര നാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ, പല സമയങ്ങളിലും നിങ്ങൾക്ക് പോരാട്ടം നടത്തേണ്ടതായിട്ട് വരും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റാത്തതിൽ വിഷമിക്കും. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട അനുമതിയൊക്കെ വീണ്ടും ശ്രമിക്കേണ്ടി വരും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും പണം ചിലവാകും. ഗൃഹത്തിൻ്റെ മോടി പിടിപ്പിക്കലൊക്കെ പൂർത്തിയാക്കും. വിവാദങ്ങളിലൊക്കെ ചെന്ന് പെടുവാണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ വ്യവഹാരം കോടതിയിലൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് അകത്തുനിന്ന് തന്നെ അകത്ത് തന്നെ തീർക്കാതെ പുറത്തേക്ക് കൊണ്ടുവന്നത്, അത് ഒത്തുതീർപ്പാക്കുക. കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള ശ്രമം നടത്തും. ഓൺലൈനിൽ വ്യാപാരം നടത്തുന്നുണ്ടെങ്കിൽ അത് അഭിവൃദ്ധിക്കുള്ള സാധ്യതയുണ്ട്. വായ്പയുടെ തിരിച്ചടവൊക്കെ താമസിക്കും. പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റമൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലിൽ പുതിയ തലമുറയുമായിട്ട് ഒത്തുപോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പഴയ ആൾക്കാരല്ലേ. വിദേശത്തേക്ക് പോകാനായിട്ടുള്ള കാത്തിരിക്കുന്നവർക്ക് അവസരം ഉണ്ടാകും. ഇപ്പോൾ അവസരം ഉണ്ടാകുന്നൊരു സമയമാണ്. അതാണ് ചിത്രനാളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ചോദ്യനാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ, അനുകൂല സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതിൽ പലതും ശരിയായി പ്രയോഗിക്കാനാവാതെ വിഷമിക്കും. പക്ഷേ കൃത്യനിഷ്ഠ പാലിക്കാനും കഴിയില്ല നിങ്ങൾക്ക്. മേലധികാരികൾ അതുകൊണ്ട് തന്നെ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാവും. സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുന്നോട്ട് വരും. അതുകൊണ്ട് തന്നെ അകാരണമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച ധനം കയ്യിലേക്ക് എത്താൻ കുറച്ചും കൂടി വൈകും, എങ്കിലും കിട്ടും. അത് ശുക്രൻ ജന്മരാശിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ സുഖഭോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയായിതാക്കൾക്കും നല്ലതാണ്. ചൊവ്വ രണ്ടാമിടത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പരുഷ വാക്കുകൾ പറയുവാനിട വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ മറ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.